നമസ്കാരം. കണ്ണേ കരളെ ചെങ്കനലായി മാറിയ VS, വിട്ടുവീഴ്ചയില്ലാത്ത സമരസൂര്യൻ. കേരള സമൂഹത്തിൽ നികത്താനാകാത്ത വിടവായി നിൽക്കുന്നത് VS എന്ന രണ്ടക്ഷരം തന്നെയാണ്. മാനവികതയുടെ മുഖം, അണയാത്ത ചെങ്കനലായി മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിച്ചുവെച്ച വിപ്ലവ പോരാളി, ജനകീയ പോരാട്ടങ്ങളുടെ സമരസൂര്യൻ വിടവാങ്ങിയിട്ട് ഇന്നൊരു വർഷം. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തിയ ജനകീയ പോരാളി, കേരള രാഷ്ട്രീയത്തിൻ്റെ ആകാശത്ത് ഇടിമിന്നൽ പോലെ മുഴങ്ങി നിന്ന ആ സിംഹഗർജനം നിലച്ചിട്ട് ഇന്നേക്ക് തികച്ചും ഒരു വർഷം തികയുന്നു. സാധാ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ ഭരണത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് പോരാടിയ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഒരാണ്ട് തികയുമ്പോൾ മലയാള മണ്ണിൽ ആ ഓർമ്മകൾക്കിന്നും വിപ്ലവത്തിൻ്റെ ചെങ്കനൽ ശോഭയാണ്. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ VS എന്ന രണ്ടക്ഷരം വെറുമൊരു പേരല്ലായിരുന്നു, മറിച്ച് അനീതിക്കും അഴിമതിക്കും ചൂഷണങ്ങൾക്കുമെതിരെ ഉയർന്ന ജനകീയ ഇടിമുഴക്കമായിരുന്നു. അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ഉറച്ചുനിന്ന് പോരാടിയ ആ വിപ്ലവ നക്ഷത്രത്തിൻ്റെ ഒന്നാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെയാണ് സംസ്ഥാനമൊട്ടാകെ പാർട്ടി ആചരിക്കുന്നത്. VSൻ്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ നിർമ്മിച്ച സ്മാരക സ്തൂപത്തിൽ പുഷ്പാർച്ചന നടക്കും. VSൻ്റെ വിപ്ലവ സ്മരണകളിൽ ഇറങ്ങുന്ന വലിയ ചുടുകാട്ടിലെ സ്മാരകം ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും. വൈകുന്നേരം വലിയ ചുടുകാട്ടിൽ നടക്കുന്ന വലിയ വൻ ജനകീയ റാലിയും പൊതുസമ്മേളനമൊക്കെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി ഉദ്ഘാടനം ചെയ്യും. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും ആ ചടങ്ങിൽ പങ്കെടുക്കും. VS മരിച്ചിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയും. ഇതിനൊപ്പം തന്നെ പുന്നപ്രയിലെ VSൻ്റെ കുടുംബ വീടായിട്ടുള്ള വേലിക്കകത്ത് വളപ്പിൽ പ്രശസ്ത ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച VSൻ്റെ അർദ്ധകായ പ്രതിമയും സ്ഥാപിക്കപ്പെടുകയാണ്. VSൻ്റെ സ്മരണകൾ തുടിക്കുന്ന കുടുംബ വീട്ടിൽ പ്രതിമ സ്ഥാപിക്കുന്നത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വലിയൊരു നിമിഷമായി മാറുമെന്നുള്ള കാര്യത്തിൽ ശങ്കയില്ല. 1923 ഒക്ടോബർ മാസം 20 ജനിച്ച VS അച്യുതാനന്ദൻ തൻ്റെ 101 വയസ്സിൽ 2025 ജൂലൈ 21 ലോകത്തോട് വിട പറഞ്ഞത്. 8 പതിറ്റാണ്ടിലേറെ നീണ്ട അവിശ്രമമായിട്ടുള്ള രാഷ്ട്രീയ സമര ജീവിതത്തിനൊടുവിലായിരുന്നു ആ മഹാപ്രയാണം. മരണാനന്തരം അദ്ദേഹത്തിന് രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചുവെങ്കിലും പാർട്ടിയുമായി ആലോചിച്ച ശേഷം കുടുംബം അത് നിരസിക്കുകയായിരുന്നു. തത്വാധിഷ്ഠിത കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് കുടുംബം ആ തീരുമാനം കൈക്കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമ്പോഴും മുന്നണി കിതയ്ക്കുമ്പോഴും ജനങ്ങൾ ഇന്നും ആവേശത്തോടെ VSൻ്റെ സമരവീര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കും. മരണശേഷവും VS രാഷ്ട്രീയം കൂടുതൽ പ്രസക്തമാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ വാർഷിക ആചരണങ്ങളിലെ ജനപങ്കാളിത്തം. പുന്നപ്രയിലെ സമരനായകൻ, തൊഴിലാളി വർഗത്തിൻ്റെ സമരനായകനായി VS വളർന്നത് സഖാവ് P കൃഷ്ണപിള്ളയുടെ പ്രത്യക്ഷമായിട്ടുള്ള സ്വാധീനത്തിലൂടെയായിരുന്നു. ചെറുപ്പകാലത്ത് തന്നെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് പോരാട്ടത്തിൻ്റെ മുന്നണിയിലേക്ക് വരാൻ VSന് സാധിച്ചതും അങ്ങനെയാണ്. തിരുവിതാംകൂറിനെ വിറപ്പിച്ച ഏകാധിപത്യത്തിനെതിരെ രക്തസാക്ഷിത്വം ഭരിച്ച പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുൻനിരയിൽ സഖാവ് VS ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ക്രൂരമർദ്ദനങ്ങളും ജയിൽവാസവും അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ആ വിപ്ലവ വീര്യം ചോർന്നുപോയില്ല. 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ചപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ. ആ ഇറങ്ങിപ്പോക്കിലൂടെയാണ് CPIM എന്ന വിപ്ലവ പ്രസ്ഥാനം പിറവിയെടുത്തത്. 1980 മുതൽ 1992 വരെ നീണ്ട 12 വർഷക്കാലം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച് പാർട്ടിയുടെ അടിത്തറ ഭദ്രമാക്കിയത് VS അച്യുതാനന്ദൻ എന്ന സംഘാടകനായിരുന്നു. 1985 മുതൽ 2009 വരെ 4 നൂറ്റാണ്ടോളം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി സേവനമനുഷ്ഠിച്ചു. ജനകീയ വിഷയങ്ങളിലെ വിപ്ലവ സൂര്യൻ, പാമോലിൻ കേസ്, ലാവ്ലിൻ ഇടപാട്, ഐസ്ക്രീം പാർലർ, ഇടമലയാർ തുടങ്ങി ഹൈ പ്രൊഫൈൽ കേസുകളിൽ കോടതി കയറി ഇറങ്ങി ഒറ്റയ്ക്ക് പോരാടിയ ചരിത്രമാണ് VSൻ്റേത്. അഴിമതിക്കെതിരെ നിയമത്തിൻ്റെ വാളോങ്ങാൻ അദ്ദേഹം ഒരിക്കലും മടിച്ചില്ല എന്നുകൂടി പറയട്ടെ. മതികെട്ടാൻ മല കയറിയതും മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ ബുൾഡോസറുമായിട്ട് പാഞ്ഞെടുത്തതും മൂന്നാർ ദൗത്യവുമെല്ലാം VS എന്ന ഭരണാധികാരിയുടെയും സമരനായകൻ്റെയും കരുത്ത് വിളിച്ചോതിയ സംഭവങ്ങളായിരുന്നു. പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം, എൻഡോസൾഫാൻ ഇരകൾക്കായിട്ടുള്ള പട്ടിണി സമരം, സൂര്യനെല്ലി പെൺകുട്ടിക്ക് നീതി ലഭിക്കുവാനുള്ള പോരാട്ടം എന്നിവയിലൊക്കെ VS
ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഉറച്ചു നിന്നു. കണ്ണേ കരളെ VSA എന്ന ആ ഒരൊറ്റ മുദ്രാവാക്യം കേൾക്കുമ്പോൾ തന്നെ ആശ്വാസം കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് കേരളത്തിലുണ്ടായിരുന്നത്. ആശയറ്റ ജനങ്ങൾക്ക് ഒരു പ്രകാശഗോപുരമായിരുന്നു ആ സാന്നിധ്യം. 82-ാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോഴും തുടർന്ന് പ്രതിപക്ഷ നേതാവായപ്പോഴും സമരം തന്നെയായിരുന്നു ആ ജീവിതത്തിൻ്റെ ശ്വാസമെന്ന് പറയപ്പെടുന്നത്. ഒടുവിൽ ഒരു നൂറ്റാണ്ട് നീണ്ട ആ സമർപ്പിത ജീവിതത്തിന് തിരശ്ശീല വീഴുമ്പോൾ നികത്താനാകാത്ത ഒരു വലിയ ശൂന്യത തന്നെയാണ് VS കേരള രാഷ്ട്രീയത്തിൽ ബാക്കി വെച്ചുപോയത്. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയ ഒരു വർഷമാണ് കഴിഞ്ഞുപോയത്, കടന്നുപോയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റ് വാങ്ങി പാർട്ടിയും മുന്നണിയും കിതയ്ക്കുമ്പോൾ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ അതിനു വഴിയായി VSൻ്റെ പോരാട്ടങ്ങളിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ക്യാമ്പയിനർ എന്ന നിലയിൽ നിന്ന് പ്രായാധിക്യം കൊണ്ട് VS പിന്മാറിയിരുന്നുവെങ്കിലും മരണശേഷവും VS രാഷ്ട്രീയത്തിന് പ്രസക്തിയേറുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കനത്ത തോൽവിയിൽ പാർട്ടി കിതയ്ക്കുമ്പോൾ സഖാക്കൾ വിരൽ ചൂണ്ടുന്നത് VSൻ്റെ പോരാട്ട വീര്യങ്ങളിലേക്ക് തന്നെയാണ്. വെട്ടി നിരത്തിയവർ, കൂടെ നിന്ന് ചതിച്ചവർ, അധികാരത്തിന് വേണ്ടി കറുപ്പുടിപ്പിച്ചു മൂലക്കിരുത്തിയവർ, പാർലമെൻ്ററി വ്യാമോഹത്തിൽ തള്ളിപ്പറഞ്ഞവർ, അവരെല്ലാവരും ഇന്നും ഓർക്കുന്നതും ഒരിക്കൽ കൂടി ഉദിക്കട്ടെ ആ വിപ്ലവ സൂര്യനെന്ന് ആഗ്രഹിക്കുന്നതും വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ നിന്ന VSനെയാണ്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും സമരസൂര്യന് കണ്ണീർ പ്രണാമം.